വയനാട് ജില്ലയിലെ ഗതാഗതം മേഖല സുഗമമാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. വയനാട് കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ കല്ലട്ടിപ്പാലം പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വെണ്ണിയോട് വലിയപുഴയ്ക്ക് കുറുകെയാണ് കല്ലട്ടിപ്പാല നിർമ്മാണം നടത്തുന്നത്. വെണ്ണിയോട് വലിയപുഴയ്ക്ക് കുറുകെ പൊതുമരാമത്ത് വകുപ്പ് 8.12 കോടി രൂപ ചെലവിലാണ് കല്ലട്ടിപ്പാലം നിർമ്മിക്കുന്നത്. 78.5 മീറ്റർ നീളത്തിലും ഇരുഭാഗങ്ങളിലും നടപ്പാതയോടുകൂടി 11 മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം പൂർത്തീകരിക്കുക. പൈൽ ഫൗണ്ടേഷൻ നൽകി പാലത്തിന്റെ അടിത്തറ നിർമ്മാണം പൂർത്തീകരിക്കും. പാലങ്ങൾ ഒരു നാടിന്റെ വികാരമാണെന്നും പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പാലങ്ങൾ ഒരു നാടിന്റെ വികാരമാണ്. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഒരു പ്രത്യേക സംവിധാനം നടപ്പിലാക്കാൻ നിശ്ചയിച്ചു. എല്ലാ മാസവും കേരളത്തിലെ പാലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോ ഇടങ്ങളിലേതും ചർച്ച ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവൃത്തി പൂർത്തീകരിക്കണം എന്ന് നിശ്ചയിച്ചു. അതായത് 2026 ആകുമ്പോഴേക്കും 100 പാലങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ള ലക്ഷ്യം 3.5 വർഷത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാനത്ത് 4 വർഷത്തിനിടയിൽ 150 പാലങ്ങൾ പൂർത്തിയാക്കിയതായും മന്ത്രി പറഞ്ഞു. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ 257 കിലോമീറ്റർ റോഡുകൾ ഉയർന്ന ഗുണനിലവാരമുള്ള BM&BC റോഡുകളാക്കി ഉയർത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ടി സിദ്ദിഖ് MLA അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ, കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP റനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, വയനാട്.